രണ്ടാഴ്ചക്കിടെ 11 കുട്ടികളാണ് കഫ് സിറപ്പ് കഴിച്ച് മരിക്കുകയുണ്ടായത്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും സംഭവിച്ചത് എന്താണ് നമുക്ക് പരിശോധിക്കാം. ഡെക്സ്ട്രോമെത്തോർഫൻ ഹൈഡ്രോബ്രോമൈഡ് അടങ്ങിയ കഫ് സിറപ്പുകളാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെത്തിയ രാജസ്ഥാനിലെ മധ്യപ്രദേശിലെ കുട്ടികൾക്ക് ഡോക്ടർമാർ കുറിച്ച് നൽകിയത്. ആ മരുന്ന് കഴിച്ചതിന് ശേഷമാണ് കുട്ടികൾ അബോധാവസ്ഥയിലാകുകയും ഇത് പരിശോധിച്ച ഡോക്ടറും അബോധാവസ്ഥയിലേക്കാകുകയും പിന്നീട് മരണപ്പെടുകയും ഉണ്ടായത്. സർക്കാരിനായി കൈസൺ ഫാർമ എന്ന കമ്പനിയാണ് ഇത്തരത്തിലുള്ള കഫ് സിറപ്പുകൾ പുറത്തിറക്കിയിട്ടുള്ളത്. എന്താണ് ഡെക്സ്ട്രോമെത്തോർഫൻ ഹൈഡ്രോബ്രോമൈഡ്? നമുക്ക് പരിശോധിക്കാം. ജലദോഷം, ചുമ എന്നിവയ്ക്കാണ് ഇവ സാധാരണമായി ഉപയോഗിക്കാറുള്ളത്. സിറപ്പായും ടാബ്ലറ്റായും സ്പ്രേ ആയും ഇവ വിപണിയിൽ ലഭ്യമാണ്. ശ്വാസകോശ അണുബാധ സംബന്ധമായിട്ടുള്ള ചുമ നിയന്ത്രിക്കുവാൻ ഇവ ഉപയോഗിക്കുന്നു. ഡെക്സ്ട്രോമെത്തോർഫൻ ഹൈഡ്രോബ്രോമൈഡിന്റെ പാർശ്വഫലങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കാം. തലകറക്കം, വയറുവേദന, അലർജി, അപസ്മാരം, ഹൃദയാഘാതം, മയക്കം തുടങ്ങിയ പാർശ്വഫലങ്ങളാണ് ഇവയ്ക്കുള്ളത്. ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത്തരത്തിലുള്ള മരുന്ന് കുട്ടികൾക്ക് നൽകുക. അതുപോലെ 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഡെക്സ്ട്രോമെത്തോർഫിൻ ഹൈഡ്രോബ്രോമൈഡ് നൽകാതിരിക്കുക. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള സിറപ്പിന്റെയോ മരുന്നിന്റെയോ ഉപയോഗം ഒഴിവാക്കുക. ഇത്തരത്തിൽ എന്തെങ്കിലും അമിതമായി മരുന്ന് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ തോന്നിയാൽ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തുക, ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യുക.